ഒന്നും പറയാനില്ല. ഡ്രസ് എടുത്തതിന്റെ കാര്യങ്ങൾ എന്തിങ്ങനെ ഉണ്ടാക്കുന്നേ പറയാനുണ്ടോ? കൺഫസ് എന്താ ആദ്യന്റെ അടുത്ത് എന്തെങ്കിലും പറയാണ്ടേ പറയും. ആദ്യന്റെ അടുത്ത് യാ അത് പറ. എന്താണ് അത് പറഞ്ഞല്ലോ? അറിയാലോ തെണ്ടി ചെക്കനാ. എല്ലാരും കല്യാണത്തിന് വിളിക്കാനാണ്. വേറൊന്നല്ല. ദീദിയുടെ കല്യാണാണ് ജൂലൈ 11. എല്ലാവരും വരിക. ഞാനും പറയണ്ടേ? എല്ലാരും നോക്കിക്കോ. ഇന്റെ ആരും നോക്കല്ലോ. ഇന്റെ എൻഗേജ്മെന്റ് നോക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഉമ്മയോട് പറയാൻ സോറി, നോക്കാൻ പറ്റില്ല. പിന്നെ എന്താ, പിന്നെ ഞാന് കോളേജില് വരാൻ എനിക്ക് താല്പര്യം പഠിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ, ഹോസ്റ്റലിൽ നിന്ന് തന്നെ അറ്റാച്ച്മെന്റ് ആണ്. ഹോസ്റ്റലില് ആഗ്ര, ലഡ്നി അങ്ങനെ ഞാൻ മിസ് ചെയ്തു ഹോസ്റ്റലിൽ പോയപ്പോൾ. പിന്നെ അതിന് പകരം പിന്നെ വന്നു. അതിന് പകരം പിന്നെ വന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ കഫീനെ പറ്റി പറഞ്ഞത്. കഫീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. പക്ഷെ അറ്റാച്ച്ഡ് ആയി പോവുകയില്ല സമയം. പ്രത്യേകിച്ച് താങ്ക്സ് പറയാം. പിന്നെ ജെറിയോടൊന്നും കുറിച്ച് പറയാം. ചെക്കനെ വന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, ഞാൻ ആദ്യം പരിചയപ്പെട്ട സാധനമാണ്. അപ്പൊ അങ്ങനെ ഫെയിലും പരിചയപ്പെട്ടത്. സോ ഫസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഹോസ്റ്റൽ ലൈഫ് ഞാൻ അധിക ദിവസം വെള്ളിയാഴ്ച തന്നെ വീട്ടിൽ പോകുന്ന ഒരാളാണ്. സോ അങ്ങനെ ഫസ്റ്റ് ഇയർ പോയി. സെക്കൻഡ് ഇയർ പിന്നെ ഓരോരോ ആൾക്കാരായിട്ട് അറ്റാച്ചായി. പിന്നെന്താ പറയാ, എവരിത്തിങ് ഇത് നടന്നെല്ലാം നല്ലത്, നല്ലത് നടക്കാൻ നല്ലത്. സോ ഇവിടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ കുറെ നല്ല സൗഹൃദങ്ങളാണ്. ഈ ഫ്രണ്ട്സ് എന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇതൊരു എൻഡ് കോൺവെർസേഷൻ ഒരിക്കലല്ല. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഇറ്റ്സ് ഗോയിങ് എന്നും നടന്നുകൊണ്ട് പോകും. സോ നമ്മൾ എന്നും എല്ലാവരും മീറ്റ് ആവണം, എല്ലാവരും കാണണം, എല്ലാവരും പല പരിപാടികൾ നടത്തണം. അങ്ങനെ ഈ സൗഹൃദം മുന്നോട്ടേക്ക് പോകണം. ഇപ്പോൾ സോ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എൻഡ് കോൺവെർസേഷൻ അല്ലെങ്കിൽ എൻ്റെ ആയിട്ടുള്ള സ്പീച്ച് അല്ല. ഇറ്റ് വിൽ ഗോ ത്രൂ. പലരുടെ കല്യാണം ഉണ്ടാവും, പലരുടെ ഫങ്ഷൻസ്. സോ നമ്മൾ എന്നും എല്ലാവരും എന്നും ഇതേപോലെ മീറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കണം, മാക്സിമം ശ്രമിക്കണം. സോ ഈ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മെയിൻ ചെയ്യപ്പെടുന്നത്. ചൂസ് ഗുഡ് ജേർണി. സോ 5 അടിപൊളിയായിരുന്നു. സോ നല്ല പണിയൊക്കെ കുഴപ്പമില്ല. എല്ലാവരും
തിരിച്ചു വരൂട്ടാ. നമുക്കവിടെ പോയിരിക്കല്ലേ മഴ പെയ്യണ എന്റെ കൊട കുത്തിയിട്ടുണ്ട്. അമ്മനെ കൊട കൊണ്ടുവന്ന അമ്മനെ വൈകുന്നേരം പിടിച്ച് പോയിട്ട് നമുക്ക്